Welcome to Frypan Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ബട്ടർ സ്കോച്ച് സ്റ്റൈലിലൊരു സേമിയ പായസം. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് സേമിയ എടുത്തിട്ടുള്ളത് ഞാൻ വറുത്ത സേമിയാണ്. നിങ്ങളെ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാൽ അതെടുത്താലും മതി. അതുപോലെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മിഠായി മേറ്റാണ്. അത് നമുക്ക് ആവശ്യത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചവ്വരിയാണ്. ഞാൻ ചുടുവെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ചതായിരുന്നു ഇത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടി, അതുപോലെ അമൂലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടർ സ്കോച്ച് എസൻസ്. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ എടുത്തിട്ട് 1 ലിറ്റർ പാലാണ്. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഈ ഒരു കപ്പ് പഞ്ചസാരയിൽ 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പായസ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് പായസം. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിക്കണം, അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതാ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കളർ തന്നെ ഇതിന് കിട്ടണം. അപ്പോൾ അധികം കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു കയ്പ്പ് രസം വന്നു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇതിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗീ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ബട്ടറൊക്കെ ഇതിൽ നന്നായി മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാ മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണം പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളെ പാല് ചൂടാകുമ്പോൾ നമ്മളെ കാരമലൊക്കെ അതിൽ അലിഞ്ഞു പോയിക്കോളും. ഇനി പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ്. ഞാനിവിടെ ഈ ചവ്വരി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ചുടുവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് പാല് തിളച്ച ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ പഞ്ചസാര അളന്ന അതേ ഒരു കപ്പിന് 1 കപ്പ് സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചവ്വരിയും സേമിയും ഒക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടട്ടെ. ഇപ്പം തന്നെ നമ്മുടെ പായസത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ മധുരം കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ ബാക്കി വെച്ച പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. സേമിയയും ചവ്വരിയൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് മിഠായി മേറ്റാണ്. ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ഡ്രോപ്സ് ഇട്ടിച്ചാലും മതി. ഞാൻ ഇവിടെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒരൊറ്റ ഡ്രോപ്സേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അധികമായാൽ അധികം ഒരു കുത്തൽ വരും. അപ്പോൾ ഇത് തന്നെ നമ്മൾ ബട്ടർ ഇട്ടത് കൊണ്ട് തന്നെ ഒരു ബട്ടർ സ്കോച്ച് എസൻസിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാകും. എന്നാലും ഞാൻ ഒരു നുള്ള് ഇത് ഉറ്റിച്ച് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ബട്ടർ സ്കോച്ച് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗാർണിഷിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഷുമായി വരുന്നത് വരേക്കും ബൈ ബൈ.